ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ 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 സന്തോഷവും എക്സൈറ്റ്മെൻറ്റും നിറഞ്ഞൊരു ദിവസമാണ്. എക്സൈറ്റ്മെൻറ്റും സന്തോഷവും വിഷമവും എല്ലാം ഉണ്ട്. എല്ലാം ഞാൻ വഴി പറഞ്ഞുതരാം. സോ ഫസ്റ്റത്തെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ കറൻ്റ്ലി കുവൈറ്റിലാണുള്ളത്. നിങ്ങളെൻ്റെ ഷോർട്സ് ഞാൻ ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാനിപ്പോൾ ഇന്ന് രാവിലെയാണ് കുവൈറ്റിലെത്തിയത്. എനിക്ക് ഇന്നല്ല നാളെയാണ് ഒരു പ്രോഗ്രാം ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ സോളോ ഇവൻ്റാണ്. സോ കുറച്ചധികം മാസങ്ങൾ മുന്നേ കമ്മിറ്റ് ചെയ്തൊരു പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മൾ ഫുൾ ടീം ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു വിഷമമുണ്ട്, അതാണ് വിഷമം. സോ ഇപ്പോൾ ഞാൻ ഇന്ന് കുവൈറ്റിലെത്തി. നമുക്ക് നാട്ടിൽ ആക്ച്വലി ടീം വേറെ പരിപാടി ഉണ്ട്. അത് നമുക്ക് അടുത്താണ് ബുക്ക് ആയത്. പക്ഷേ എനിക്കതിന് ഇത് ഓൾറെഡി കമ്മിറ്റ് ചെയ്തുകൊണ്ട് അതിന് പോകാൻ പറ്റിയില്ല. അതാണ് എൻ്റെ വിഷമം. കാരണം ടീം ഇവൻറ്റ്സ് മിസ് ചെയ്യണത് എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഇവിടെ ഒരാൾ വന്നിരിപ്പുണ്ട്, ബൈ ദ വേ, മിസ്റ്റർ ഹസ്ബൻഡ്. ആള് അജു ദുബായിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയതാണ്. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അവരെല്ലാവരും ബാംഗ്ലൂരാണ്, ഞാനില്ലാണ്ട് അടിച്ചു പൊളിക്കുന്നു. അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ടീം ഇവൻറ്റ്സ് മിസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ഞാൻ 2 ദിവസത്തേക്കാണ് വന്നത്. 2 ദിവസം കഴിഞ്ഞിട്ട് ഇവിടുന്ന് നാളത്തെ പരിപാടി കഴിഞ്ഞ് മറ്റന്നാൾ തന്നെ ഞാൻ തിരിച്ചു പോകും. അപ്പോൾ ഇന്നത്തെ വേറെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കൂ. എന്നെ കണ്ടു. ഇടുക്ക് അതല്ല ഇത്. സന്തോഷം ഇന്ന് വളരെ വലിയൊരു സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ട് ഒരു 5 വർഷമായി തോന്നുന്നു. കൊറോണ സമയത്താണ് തുടങ്ങി പോസ്റ്റൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ 5 വർഷം പിന്നെ ഇൻസ്റ്റഗ്രാം തുടങ്ങിട്ടോ. യൂട്യൂബ് ഇൻസ്റ്റഗ്രാം നീ എത്ര കാലം മുന്നേ ഉണ്ട് മോളെ? ഇല്ല, പക്ഷെ എന്റെ പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നു. ഞാനൊരു ക്രിയേറ്റർ ആയിട്ട് അങ്ങനെ ചെയ്തു തുടങ്ങിയത് കൊറോണ സമയത്താണ്. അപ്പോൾ ഇന്നല്ല, അങ്ങനെ 5 വർഷത്തോളം പിന്നിടുന്നു. ഫൈനലി അങ്ങനെ വെക്കല്ലേ, നേരെ വെച്ചാലേ കാണുള്ളൂ. കാണുന്നുണ്ടോ? തിരിഞ്ഞാ കാണുന്നത്. 100K ഫോളോവേഴ്സ് ആണ് ഇൻസ്റ്റഗ്രാം. ക്ലാപ്പ് ചെയ്യൂ. അല്ല, ഇവിടെ ക്ലാപ്പ് ചെയ്യ്. സോ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇവർ 2-3 പേര് ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട്. 99, 99.5, 6, 7 ഇങ്ങനെ റിഫ്രഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രിയും എന്താ പറയുക, ഇന്നലെ രാത്രി ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി 100K ആയില്ല. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എയറിലായിരിക്കുമ്പോഴാണ് 100K ആയത്. രാവിലെ ഫ്ലൈറ്റിലായിരുന്നു. പിന്നെ ഇവിടെ ലാൻഡ് ചെയ്ത് വൈഫൈ കണക്ട് ചെയ്തപ്പോഴാണ് എല്ലാവരുടെയും മെസ്സേജ് കണ്ട് വളരെ വളരെ സന്തോഷം. അത് നമുക്കൊരു വലിയ മൈൽ സ്റ്റോൺ, മേജർ മൈൽ സ്റ്റോൺ ആണ് 100K എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് 10K ആയപ്പം ഉള്ള അത്രയും എക്സ്ട്രീം ഹാപ്പിനെസ് ഉണ്ടോ? 10K ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. 8K-10K ആവാൻ കുറേ കാലം എടുത്തു. നിയർലി 1.5 വർഷത്തിനടുത്ത് എടുത്തു. എനിക്ക് ഓർമ്മയുണ്ട്. നീ കോളേജിൽ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ തൊട്ടേ എനിക്ക് 8K ഉണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ ഇവിടെ വന്ന് നമ്മുടെ എൻഗേജ്മെന്റിന് കഴിഞ്ഞിട്ടാണ് നമുക്ക് 10K ആയത്. എനിക്ക് എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോ 10K ആയി, കല്യാണം കഴിഞ്ഞപ്പോ 100K ആയി. പറ. കല്യാണം കഴിഞ്ഞ 5 മാസം കഴിഞ്ഞു, എന്നിട്ടാണ് 100K ആയത്. 5 മാസം കൊണ്ടായില്ലേ 100K? മൈ ലക്കി. whatever. അപ്പം വളരെ വളരെ സന്തോഷമുള്ള ദിവസമാണ് ഇന്ന്. എന്താ പറയുക, നമ്മുടെ ഒരു നല്ല മേജർ മൈൽ സ്റ്റോൺ. എൻ്റെ ഒരു 10K ആയപ്പോഴും 50K ആയപ്പോഴും ഒന്നും എൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നിട്ടില്ല. എന്നെ അങ്ങനെയല്ല, എല്ലാവരും വിഷ് ചെയ്യും. എങ്കിലും എന്താ പറയുക, അങ്ങനെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഫ്രണ്ട്സ്, ഇങ്ങനെ ആൾക്കാരൊക്കെ
ചെറിയ ചെറിയ മൈൽ സ്റ്റോൺ ഒരു വീഡിയോയ്ക്ക് 100 കേക്ക് ആകുമ്പോൾ ഇങ്ങനെ കേക്കൊക്കെ ചെറിയ കേക്കൊക്കെ കണ്ടിട്ട് ഹാപ്പി 100 കേക്ക്. പക്ഷെ ഞാൻ അന്ന് തൊട്ട് അജുനോട് പറയട്ടോ, എനിക്ക് 100 കെ ആകുമ്പോൾ എനിക്കൊരു കേക്ക് വാങ്ങി തരാം. ഞാൻ 2-3 പെട്ടി കേക്ക് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് എനിക്ക് 100 കെ ആയ ദിവസം നമ്മൾ കണ്ടുമുട്ടി. മാഷാല്ലാ, നമുക്ക് കണ്ടുമുട്ടാനുള്ള അവസരം കിട്ടി. എന്നോട് 2 ദിവസം മുന്നേ ആയിട്ട് ചോദിക്കുന്നുണ്ട്, എടോ നീ വരുന്ന ദിവസം 100 കെ ആവുമോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഞാൻ കേക്ക് വാങ്ങിത്തരാമെന്ന്. കറക്റ്റ് വന്നിറങ്ങിയ ദിവസം തന്നെ 100 കെ ആയി. എന്താ പറയുക, വളരെ വളരെ സന്തോഷം. കേക്കൊന്നും മുറിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഐ ഹവ് ഗോട്ട് മൈ ഫേവറേറ്റ് തിങ്സ് ഹിയർ. എന്താണെന്നറിയോ? സെയിൻറ്റ് മൈക്കിൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ്. അത് ദുബായിലെ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് വന്നപ്പം അജു കൊണ്ടുവന്നു. അപ്പം ഇന്നത്തെ കുറച്ച് ചെറിയ ചെറിയ വിശേഷങ്ങളും വ്ളോഗ്സൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. നിന്റെ മെയിൻ പരാതി എന്തായിരുന്നു? എന്തായിരുന്നു? നിന്റെ മൊബൈലിൽ സ്റ്റോറേജ് ഇല്ല അല്ലേ ബ്രോ? യെസ്. ഇതെന്താടോ? ഇത് നിനക്ക് ഇത് കണക്ട് ചെയ്യാം. ഹാർഡ് ഡിസ്കാ? ഹാർഡ് ഡിസ്ക് അല്ല, മെമ്മറി കാർഡ്. ഇത് അൺബോക്സ് ചെയ്യട്ടെ. ഇതെന്താന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എന്താണെന്ന് പൊളിച്ച് ഞാൻ മനസ്സിലാവും. ഇതുണ്ടോ? ഇതിൽ നിനക്ക് നിൻ്റെ ഇത് നമുക്കിടാൻ പറ്റും, SD കാർഡ്. എന്നിട്ട് ഇതെടുത്തിട്ട് നിൻ്റെ ഇതിവിടെ കണക്ട് ചെയ്യാം മാക്സ് സേഫിൽ. അപ്പോൾ നിനക്ക് ലോഗ് വീഡിയോ എടുക്കാൻ പറ്റും. ലോഗ് വീഡിയോ? അടിപൊളി. ഹൈ പറഞ്ഞാലല്ലേ ഞാനിതൊക്കെ എടുക്കുള്ളൂ. ബ്രോ ഞാൻ സ്റ്റക്കായിരിക്കുവാണ്. എടാ ഇതെല്ലാം ഞാൻ ആലോചിച്ച് താൻ ഈ സാധനം കൊണ്ടുവന്നേരോ. ഇത് വെച്ചിട്ട് ഇപ്പൊ ഇനിയും I am a little overexcited today. കാരണം ആദ്യം ഓവർ എക്സൈറ്റഡ് ആയിട്ട് കാല് പൊളിഞ്ഞ ഇഷ്ട. അങ്ങനെ തന്നെ പോണം. എന്താണ് നാട്ടില് കൊതി വിടും കേട്ടോ. ഇത് കേക്ക് ആണോന്ന് ചോദിച്ചാ കേക്കല്ല, എന്നാ ബിസ്ക്കറ്റ് ആണോന്ന് ചോദിച്ചാ ബിസ്ക്കറ്റും അല്ല. അങ്ങനെ ഒരു സാധനം, ഒരു മിശ്രിതമായിട്ട സാധനമാണ്. ഇതിങ്ങനെ വായിലിടുമ്പോ അരിഞ്ഞങ്ങ് പോവും. അപ്പോൾ താങ്ക് യു. വീഡിയോ ഓണാക്കിയോണ്ട് മാത്രം തരാ, നേരത്തെ ഞാൻ ചോദിച്ചിട്ട് തന്നില്ല. ഞാൻ സോറി, കുറച്ച് എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്താണ് ഞാൻ കുറച്ച് ഒച്ചത്തിലൊക്കെ സംസാരിക്കുന്നത്. എനിക്ക് എക്സൈറ്റ്മെൻറ്റ് വന്നാൽ ഞാനെങ്ങനെ പരിസരം നോക്കാണ്ടൊക്കെ ചിലപ്പോൾ അങ്ങനെ സംസാരിക്കും. എൻ്റെ കാല് പോയി. അപ്പം ഓവർ എക്സൈറ്റ്മെൻറ്റ് കാണിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചങ്ങായി ഇതൊക്കെ തരുമ്പോ ഒന്ന് പറഞ്ഞിട്ടൊക്കെ തരണ്ടേ, എന്നാലല്ലേ ഇതെങ്ങനെ സർപ്രൈസ് തരാനും വീഡിയോ എടുക്കാന്ന് അറിയില്ലേ. അപ്പൊ ഇത് പൊക്കിക്കൊണ്ട് വന്ന സമയത്താണ് ഞാൻ കാണുന്നത്. ആദ്യം ഇതിന്റെ ഒരു നമ്മൾ സർപ്രൈസ് എലമെന്റ് പറഞ്ഞ എപ്പോഴും അടുത്ത ആൾക്കാർ വിചാരിക്കാൻ പാടില്ല, അതാണ് സർപ്രൈസ്. ഞാൻ വിചാരിച്ചില്ല, പക്ഷെ വീഡിയോയിൽ സർപ്രൈസ് കിട്ടിയില്ല, ഞാൻ സർപ്രൈസ് ആയി. അപ്പോൾ ഇത് മനസ്സിലാകാത്തവർക്ക് ഇത് എന്താന്ന് വെച്ചാൽ ദിസ് ഇസ് DJIന്റെ ഓസ്മോ പോക്കറ്റ്. ഓസ്മോ പോക്കറ്റ് എന്തിനാന്ന് പറഞ്ഞാൽ വ്ളോഗിങ് ക്യാമറയാണ്.
നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ ആലോചിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ പിന്നെ അതിൻ്റെ ഒരു നീഡ് അന്നേരം വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വ്ളോഗൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ, വീഡിയോസൊക്കെ അങ്ങനെ ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതിനെ കൊണ്ട് ഉപയോഗം ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അന്ന് നമ്മളങ്ങനെ നോക്കി അങ്ങ് വിട്ടു. പക്ഷേ ഇന്ന് 100K ആയിട്ട് സന്തോഷത്തിൽ ദിസ് ഗൈ സർപ്രൈസ്ഡ് മീ വിത്ത് ദിസ്. താങ്ക് യു സോ മച്ച്. യു ആർ വെൽക്കം. ഒരു ഉമ്മയെ തരത്തുള്ളൂ. സോ ഇനി നമുക്ക് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യാം വിത്ത് ഗിംബിൾ. അത് രണ്ടും ഒരുമിച്ചുള്ള ഒരു സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷൻ എടുക്കണവർക്ക് ഇതിൻ്റെ ഒരു നീഡും ഇമ്പോർട്ടൻസും യൂസൊക്കെ മനസ്സിലാവും. അയ്യോ അങ്ങനെ ചെയ്യല്ലേ. ഞാന് എന്തായാലും തന്നെ ഇങ്ങോട്ട് വിളിച്ച് നന്നായില്ലേ. ഇടക്കിടക്ക് വിളിക്കാന്ന്. അൺബോക്സിങ് BGI. എടാ ഇതൊക്കെ ഉപയോഗിക്കാൻ അത്രയും വളർന്നോ ഞാൻ? ഇല്ല, ഇത് ചെറുതാ. ഇത് ഉപയോഗിക്കാനുള്ളത് വളർന്നുണ്ട്. നീ ആ ഒരു മൈൽ സ്റ്റോണാണ് ഈ 100K നീ തെളിയിച്ചത്. ഓക്കെ, ഇത് മൈക്ക്. ഇത് കൊണ്ട് എന്തൊക്കെ ചെയ്യാം പറയ്. ഇതിനോണ്ട് വീഡിയോ എടുക്കാം, വീഡിയോ ഓണാക്കി ഡാൻസ് കളിക്കാം, പാട്ട് പാടാം. ഹനാൻ്റെ അടുത്ത് ഇതായിരിക്കുന്നത്. ഹനാൻ്റെ അടുത്ത് അവൻ മൊബൈലിൽ എടുക്കാറ് മോസ്റ്റ്ലി. ടീച്ചുവിൻ്റെ അടുത്ത് ചെയ്താറുള്ള. ടീച്ചറിൻ്റെ അടുത്ത് ഇതായിരുന്നു അത്. പക്ഷെ ആരോ അടിച്ചോണ്ട് പോവോ എന്തോ പറ്റി പോയി അവൻ്റെ അടുത്തുന്നത്. ടീച്ചറിൻ്റെ അടുത്ത് സത്യം അടിച്ചോണ്ടോ നീയല്ല സത്യം പറ. അതെന്തോ പറയണ കേട്ടു, എന്തോ സംഭവം പറ്റി. മൈക്ക് ഇതാണോ മൈക്ക്? യെസ്. ഷൂ അതെന്താ? അതിൻ്റെ ഗാന്ധം. എടാ ഇങ്ങനെ വെച്ചാൽ കാണൂലടാ, പൊക്കി പിടിക്കും അങ്ങനെ. ഇത് നമ്മൾ ക്യാമറ ഇങ്ങനെ ഇരിക്കണോണ്ടേ. ഇതെന്താ? ഇതിന്റെ ബാക്കിൽ ഒട്ടിക്കുന്ന ഗാന്ധം. ഒട്ടിച്ചിട്ട് ഇതിങ്ങനെ ഒട്ടിക്കാനല്ലേ? ഒരു ക്യാമറ ഉള്ളൂ, ഒരു മൈക്കേ ഉള്ളൂ അല്ലേ ഇതിന്? ഒരു മൈക്കേ ഉള്ളൂ. ഇതെന്താ ഊരി വരാത്ത? അത് ഗാന്ധായതുകൊണ്ട് സാധനം ഞാൻ പറിക്കാം. ഇതിങ്ങനെ പറിക്കണം. അയ്യോ എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ നോക്ക്, ഇതിങ്ങനെ സ്ലൈഡ് ചെയ്താൽ ഓണാവും. ഓ ഇതിൽ കാണാല്ലേ? ഇതിപ്പോ ഇവിടെ എന്താ തിരിഞ്ഞ? ഇതിങ്ങനെ തിരിയും. അതല്ലേ ഇതിന്റെ സത്യം പറഞ്ഞാ സോറി, എനിക്ക് ഇതിന്റെ യൂസ് അങ്ങനെ കറക്റ്റ്ലി അറിയില്ല. ഇത് ഗിംബിളാ. ഇത് സ്റ്റെബിലൈസ് ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിന്നെ ട്രാക്ക് ചെയ്തു ഞാൻ. ഇനി നീ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്ക്, തല ഉണ്ട്. ഓക്കെ. ഇനി നീ കുറച്ച് അങ്ങോട്ടേക്ക് നീ കണ്ടോ, ക്യാമറ നിന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ? അങ്ങോട്ട് കാണിക്കേ, ഇവിടെ വെക്ക്. ഇനി നീ അങ്ങോട്ട് നോക്ക്. തിരിഞ്ഞു. ഇങ്ങോട്ട് പോയാലും നിന്നെ വിടൂലടാ പട്ടീന്ന്. 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. 360 അറിഞ്ഞൂടാ, നോക്ക് നീ. തലകുത്തി മറി. പോയി ആള് പോയിന്ന് നിങ്ങൾ അന്വേഷിക്കുന്ന ആ പുള്ളി കാണാതായിരിക്കുന്നു. നമ്മളല്ലേ അത് നമ്മൾ. അപ്പോൾ ഈ നമ്മളിൽ കണ്ടോ, ഇപ്പം ഞാനായി. ഞാൻ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കണ്ടോ, ഇത് കൊള്ളാട്ടോ, നല്ല രസമുണ്ട്. ഇങ്ങനെ ഇരിക്കും. അടുത്തോട്ടാ. ശരിക്കും വ്ളോഗർ ആയടോ. ഹലോ ഗൈസ്, look at that clarity. ഹലോ ഗൈസ്, നമ്മൾ പുതിയ ക്യാമറ ഡെമോൺസ്ട്രേഷൻ ആണ് ചെയ്യുന്നത്. എവിടെ പോയാലും വീട്ടിലൂടെ ഇടാൻ തെണ്ടീന്ന്.
മുതലാളി ഇവിടെ വന്നല്ലോ. അതിന് മുതലാളി പോ. ഇതിനറിയാം ആരാ മുതലാളിന്ന്. വരുന്നില്ല. മുതലാളി ആരാന്നറിയാം. നീ പോയെ ഇങ്ങനെ പോട്ടെ. പോ. പോയി അത്രയേ ഉള്ളൂ. നീ ഒന്ന് കറങ്ങി നോക്കുന്നൂടി. ഇല്ല അത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ്. ലോകം ചുറ്റും വാലിബൻ. ഞങ്ങൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യുവാണ്. ഇത് കിട്ടിയതിൻ്റെ ഒരു സന്തോഷം. ഒരു പാട്ട് പാടും. ഈ പാട്ടൊന്നും ഓർമ്മ വരുന്നില്ല. ഞാൻ പാട്ടൊക്കെ വൃത്തിയിൽ ഇത് വെച്ചിട്ട് പാടുന്നതായിരിക്കും. ഇപ്പം മൈ ക്യാമറയ്ക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ എങ്ങനെയുണ്ടെന്ന് കാണാൻ. ഞങ്ങൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്. നിങ്ങളൊന്നും വിചാരിക്കരുത്. നമുക്ക് സന്തോഷം പങ്കിടാൻ കൂടുതൽ ആൾക്കാരില്ല, ആരുമില്ല. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. എന്തിനാ അങ്ങനെ എൻ്റെ വായിലോട്ട് ഇടുന്നത്? സൗണ്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്യാപ്ചർ ആവട്ടെ എന്ന് വിചാരിച്ചു. I feel very, 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 very happy. കൈമുറിന്. I feel very, very, very happy. ഞാൻ സത്യം പറഞ്ഞാൽ മൊത്തത്തിലൊരു നല്ല ടെൻഷനിലാണ്. കാരണം നാളെ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക്, അതും പുറത്തൊരു കൺട്രിയിലൊക്കെ പരിപാടി ചെയ്യുന്നത്. അതും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് കൂടെ. ശ്വേത ചേച്ചിയാണ് എൻ്റെ കൂടെ, നമ്മൾ കൂടെ പെർഫോം ചെയ്യുന്നത്. പിന്നെ മറ്റേ ആബിദ് കണ്ണൂർ, പിന്നെ ആദിൽ അത്തു, പിന്നെ അവരുടെ ഓർക്കസ്ട്ര അങ്ങനെ. അപ്പോൾ ഇവർ ശ്വേത ചേച്ചി ഞങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, പണ്ട് മൺ സ്റ്റാർ സിംഗറിലൂടെയൊക്കെ വന്ന ആളാണ്. ഇപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗറിലെ ജഡ്ജിങ് പാനലിലൊക്കെ ഇരിക്കുന്ന ആളാണ്. സോ ഞാൻ പിന്നെ കേപ്പി ഉണ്ടാവും എന്നോട് എപ്പോഴും പരിപാടിക്ക്. ഇത്തവണ കേപ്പില്ലാത്തതിൻ്റെ ഒരു ടെൻഷനും ആദ്യം വിഷമവും എല്ലാം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് നമ്മൾ അവനെ വിളിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ. പിന്നെ അവരവിടെ പ്രോഗ്രാമിന് കയറി ഇപ്പം ഇന്ന്. കുഴപ്പമില്ല, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലേ, നമുക്ക് ബെസ്റ്റ് ചെയ്യാം. പിന്നെ ഇവിടെ വന്നുകൊണ്ട് അജുനെ കാണാൻ പറ്റും. നിങ്ങളിപ്പോൾ വിചാരിക്കും നമ്മളിങ്ങനെ കാണുന്നത്. ഞാൻ ലാസ്റ്റ് ഇട്ട വ്ളോഗ് കഴിഞ്ഞ മാസം മസ്കറ്റിൽ നിന്ന് ഇട്ടത്. ദുബായിൽ വെച്ചിട്ടാണ് നമ്മൾ രണ്ടുപേരും എടുത്തത് ആ വ്ളോഗ്. അത് ഞാൻ മസ്കറ്റ് വ്ളോഗിന് ശേഷമാണ് ആ ചാലഞ്ച് വ്ളോഗ് ഇട്ടത്. അത് നമ്മൾ എടുത്തു വെച്ചത് കഴിഞ്ഞ അബുദാബി പരിപാടീൻ്റെ സമയത്താണ്. ആ സമയത്തൊക്കെ ഞാൻ നാട്ടിലെത്തിയിട്ടാണ് ആ വ്ളോഗ് ഇട്ടത്. ഇപ്പം സെയിം ടീഷർട്ടാണെങ്കിലും ടൈം ലൈൻ വ്യത്യാസമുണ്ട്. ഇന്ന് ഞാൻ കുവൈറ്റിലെത്തിയപ്പോൾ അജു ദുബായിൽ നിന്ന് കുവൈറ്റിലേക്ക് വന്നു. ഞാൻ ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് പിന്നെ അജു ഇനി ഇവിടുന്ന് ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങും. അജു ദുബായിക്കും പോകും, ഞാൻ നാട്ടിലേക്കും പോകും. അങ്ങനെയാണ് നമ്മുടെ പരിപാടി വരുന്നത്. ഇവിടെ വന്നുകൊണ്ടും ഇന്ന് 100K അടിച്ചുകൊണ്ടും എനിക്ക് ഗിഫ്റ്റ് കിട്ടി. ഇതെന്താ അങ്ങോട്ട് തിരിയാത്ത? ഗിഫ്റ്റ് കിട്ടി, അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റ്. പിന്നെ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ അജുവിന് ഗിഫ്റ്റ് കൊണ്ടുവരുന്നെങ്കിലും അജുവിന് ഇതേപോലെ ക്യാമറ ഒരിടത്ത് സെറ്റ് ചെയ്തിട്ട് ഗിഫ്റ്റ് തന്ന് സർപ്രൈസ് എന്ന് പറഞ്ഞുകൂടാ. അപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഗിഫ്റ്റ് കൊണ്ടുവരുമെന്ന്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പം എൻ്റെ ഒരു എക്സ്പ്രഷനും അതൊന്നും വീഡിയോയിൽ വന്നിട്ടില്ല. അതായത് കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. സന്തോഷത്തിന് ചെറിയൊരു വ്ളോഗ് എടുത്തിട്ടുണ്ട്. വളരെ വളരെ ഹാപ്പിയായി, ഞാൻ സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ എനിക്കിതുപോലത്തെ എക്സ്പെൻസീവ് ഗിഫ്റ്റ്സ് ഒന്നും തരാൻ പറ്റില്ല കേട്ടോ. നിന്നെ കൊണ്ട് പറ്റും, നീ ആഞ്ഞ് പണിയെടുക്കുക, എന്നിട്ട് ഇതുപോലത്തെ എക്സ്പെൻസീവ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരാം. ഓക്കെ, എക്സ്പെൻസീവ്. പിന്നെ എന്തേനു, പിന്നെ എനിക്ക് സെൻറ്റ് മൈക്കിൾസ് കൊണ്ടുവന്നു. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം. ഇനിയിപ്പോൾ നമുക്ക് പുറത്ത് വിഷ്വൽസ് കാണുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ. ഇത് കുവൈറ്റിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. കുവൈറ്റിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. കുവൈറ്റ് ദുബായ് പോലെയൊന്നും അല്ല, കുറച്ചൊരു ചെറിയ കൺട്രിയാണ്. പിന്നെ അങ്ങോട്ടൊക്കെ നോക്കി ചെറിയൊരു ദുബായ് ഫീൽ കിട്ടും, പക്ഷെ ഇങ്ങോട്ട് നോക്കിയ ദുബായ് ഫീൽ കിട്ടില്ല. ഹായ് ഗൈസ്, അപ്പോൾ ഇവിടെ ഇപ്പോൾ രാത്രിയായി. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ചെറിയ സർപ്രൈസ് വ്ളോഗായിരുന്നു. കൂടുതലൊന്നും വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇനി ഞങ്ങൾ അടുത്തത് ഒരു 2 ദിവസം കൂടെ ഇവിടെ ഉണ്ടാവും. 2ാം ദിവസം നമ്മൾ ഇവിടെ നിന്ന് പോകും, വീണ്ടും ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകും. ഞാൻ രക്ഷപ്പെടാൻ പോകുന്നു. അപ്പോൾ പുതിയ മൈക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെച്ച് എന്താ കാട്ടേണ്ടി
അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ ഈ ഒരു ചെറിയൊരു കുഞ്ഞു വ്ളോഗായിരിക്കും. ചലഞ്ച് വീഡിയോ ഭരണം ചെയ്തന്നെ ചെയ്യണത് ഒരു തോന്നില്ല. നമ്മുടെ ചാലഞ്ച് നേരത്തെ ചെയ്തത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയിട്ട് കാണുക. ഓക്കെ, കുറേ പേര് കാണാത്തതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എന്താ പറയുക, പിന്നെ ഇത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയ സർപ്രൈസ് വീഡിയോ ഞാൻ കുറേ വട്ടം പറഞ്ഞു. നമ്മളധികം പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോകുന്നില്ല. നിങ്ങൾക്ക് നമ്മുടെ ചെറിയ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടനൊക്കെ അമർത്തി വെക്കുക. നമ്മൾ ഇനിയും പുതിയ ക്യാമറയൊക്കെ മേടിച്ച സ്ഥിതിക്ക് നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഉടനെ ഇടുന്നതായിരിക്കും, നല്ല നല്ല വീഡിയോസ്. So see you all in the next video. Until then, thank you so much for watching. Bye bye.